നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട കുട്ടിപ്പാട്ടുകാരുടെ കൂട്ടുകാരെ വെൽക്കം ചെയ്തതിനു ശേഷം നമുക്ക് ബാക്കി വിശേഷങ്ങൾ അറിയാം. സോ ലെറ്റ്സ് വെൽക്കം ഉണ്ണി അങ്കിൾ, ആര്യ ചേച്ചി ആൻഡ് MJ അങ്കിൾ. വെൽക്കം. നമുക്ക് തുടങ്ങാം. റെഡി? ഓക്കെ. ആര്യ ചേച്ചി, ഓ, ഡെഡിക്കേഷൻ റൗണ്ട് ആണ് വരാൻ പോകുന്നത്. ഈ ഡെഡിക്കേഷൻ റൗണ്ടില് ഇയാള് വരുമ്പോ നമ്മളിങ്ങനെ വിചാരിക്കും ആർക്കായിരിക്കും ഈ കുട്ടി ഡെഡിക്കേറ്റ് ചെയ്യാ എന്ന് നമുക്കൊരു ഡൗട്ടുള്ള ആളാ വരാൻ പോകുന്നത്. സ്വന്തമായി സൈക്കോ എന്നാണ് അവളെ തന്നെ വിളിക്കുന്നത്. നമ്മുടെ ജുവൽ കുട്ടി എത്താണ് ഡെഡിക്കേഷൻ റൗണ്ടുമായിട്ട്. ലെറ്റ്സ് വെൽക്കം ജുവൽ മേരി ഓൺ സ്റ്റേജ്. ഹായ് ഹലോ, ഹു ഈസ് ദിസ് ക്യൂട്ടി പൈ? ജുവൽ മേരി റിജി. ഹായ് ജുവൽ കുട്ടി. എടാ, നല്ല ഉടുപ്പ് കേട്ടോ. താങ്ക് യു. ഭയങ്കര രസമുണ്ട് കാണാൻ വേണ്ടി. താങ്ക് യു. പച്ചക്കിളിയാണെന്ന്. പച്ചക്കിളി. ശരിയാണ്. റിജി മേരി ജുവൽ, എന്തോ എന്തൊക്കെയാണ് പരിപാടികൾ? പരിപാടികൾ ഇങ്ങനെ സുഖമായിട്ട് പോണു. ഞാൻ ഇന്ന് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് മൈ വൺ ആൻഡ് ഓൺലി അമ്മയ്ക്കാണ്. ഇതൊക്കെയാണ്. ഞങ്ങൾ ഇങ്ങനെ ആലോചിക്കായിരുന്നു ആർക്കായിരിക്കും ഡെഡിക്കേറ്റ് ചെയ്യാൻ പോകുന്നത് എന്ന്. എന്തുകൊണ്ട് അമ്മയ്ക്കൊരു ഡെഡിക്കേഷൻ? എന്താന്ന് വെച്ചാൽ ഈ സ്റ്റേജിൽ ഞാൻ നിൽക്കാൻ തന്നെ കാരണം അമ്മയാണ്. ആക്ച്വലി അമ്മ എക്സാക്ട്ലി ഹെൽത്തി അല്ല, എന്ന് വെച്ചാല് ഷീസ് എൻ ആർത്രൈറ്റിസ് പേഷ്യന്റ്. അപ്പൊ അതുകൊണ്ട് ഈ രാവിലെ ഒക്കെ എണീക്കുമ്പോ ഈ കൈ ഇങ്ങനെ സ്റ്റിഫായിട്ടിരിക്കും, അനങ്ങൂല. അപ്പൊ ഒരു ദിവസം പെയിൻ കില്ലർ ഒക്കെ കഴിച്ചിട്ടാണ് എഴുന്നേറ്റ് നടക്കുന്നത്. അപ്പൊ അതൊക്കെ സഹിച്ചിട്ട് എന്നെ ഇങ്ങനെ കൊണ്ട് നടക്കുന്നില്ലേ. അതുമല്ല, എനിക്കിപ്പോ 10 വയസ്സായി. 10 വയസ്സിൽ എനിക്ക് എത്താവുന്നതിന്റെ മാക്സിമം എന്നെ എന്റെ അമ്മ എത്തിച്ചിട്ടുണ്ട് ഈ ഫ്ലോറിൽ. എന്ന് വെച്ചാല് ഇത്രയും വലിയ ലെജൻസ് ആയിട്ടുള്ള ജഡ്ജസിന്റെ മുമ്പിലൊക്കെ പാടാന്ന് പറഞ്ഞാല് അത് അമ്മ ഇങ്ങനെ കൊണ്ടു നടക്കുന്നുണ്ടല്ലേ. സോ അമ്മയ്ക്ക് ഡെഡിക്കേറ്റ് ചെയ്യാൻ. പക്ഷെ ഒരു കാര്യം, അതിലൊരു തിരുത്തുണ്ട്. ഇവിടെ ജഡ്ജസ് ഇല്ല, നമ്മള് പാട്ടിന്റെ കൂട്ടുകാരാണ്. ഓക്കെ, സെറ്റ്. അപ്പൊ ഏതാണ് പാട്ട്? എന്തു പറഞ്ഞാലും നീ എന്റേതല്ലേ വാവേ. അമ്മയാണോ വാവ? അമ്മയാണ് വാവ. അമ്മയാണോ വാവ? ഞാനാ. അയ്യോ, അത് അമ്മ ജുവൽ കുട്ടിക്ക് പാടിത്തരേണ്ട പാട്ടല്ലേ? അതെ. അതാണോ അമ്മയുടെ ഫേവറേറ്റ് സോങ്? അങ്ങനെയും പറയാം. ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ടുകളിൽ ഒന്നാണത്. ഓക്കെ, അടിപൊളി. പോരട്ടെ, ഡീറ്റെയിൽസ് പോരട്ടെ. ഗംഭീരായിട്ട് പാടൂ. ലിറിക്സ് ഗിരീഷ് പുത്തഞ്ചേരി സാർ, മ്യൂസിക് ഇളയരാജ സാർ, പാടിയത് ചിത്രാമ്മ പാടിയിട്ടുണ്ട്, പിന്നെ യേശുദാസ് സാറും പാടിയിട്ടുണ്ട്. മൂവി അച്ചുവിന്റെ അമ്മ, വർഷം 2005. ആഹാ, അപ്പൊ മിടുക്കിയാണ്. പാടാനാവട്ടെ. താങ്ക് യു. തകർക്കണം. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. എന്തു പറഞ്ഞാലും നീ എന്റേതല്ലേ വാവേ. നിന്നു പിണങ്ങാതെ ഒന്നുകൂടെ പൊറുപ്പൂവേ. മാനത്തെ കൂട്ടിൽ മഞ്ഞുമൈനയുറങ്ങിയില്ലേ. താരാട്ടും പാട്ടിൽ മണിത്തത്തയുറങ്ങിയില്ലേ. പിന്നെയും നീ എന്റെ നെഞ്ചിൽ ചാരം ചില്ലിൻ വാതിലിൽ എന്തേ മുട്ടിയില്ല. എന്തു പറഞ്ഞാലും നീ
കുട്ടി എന്തോ സർ. എൻജോയ് ചെയ്ത് പാടിയും അല്ലേ മോള്? അമ്മയ്ക്ക് വേണ്ടി പാടിയതല്ലേ അല്ലേ? കം വാട്ട് മേ, ഞാൻ നന്നായി പാടും എന്നുള്ളൊരു ചിന്തയില് നന്നായി പാടി. താങ്ക് യു സാർ. പക്ഷെ അതിൽ കുറച്ചും കൂടി ഒരു ലൈഫും കൂടി കൊണ്ടുവരാം മോൾക്ക് കേട്ടോ. മോളത് എൻജോയ് ചെയ്തിട്ട് തന്നെ പാടിയത്. പക്ഷെ ആ ഒരു പർട്ടിക്കുലർ എനർജി ഉണ്ട് ആ പാട്ടിന്, അത് അതിലേക്ക് മുഴുവൻ എത്തിയിട്ടില്ല. ഓക്കെ അപ്പൊ നെക്സ്റ്റ് ടൈം ഒന്നുകൂടി ബെറ്റർ ആക്കണം മോള്. ഓക്കെ ഓക്കെ സർ. ഓക്കെ ശരിക്കോ. ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു സാർ. ജുവൽ കുട്ടി എന്തോ സുഖായിരിക്കുന്നോ? ഇഷ്ടപ്പെട്ടോ അമ്മക്ക് വേണ്ടി പാടിയത്? ഇഷ്ടപ്പെട്ടു. അമ്മക്ക് ഇഷ്ടപ്പെട്ടോ പാടിയത്? ജുവൽ കുട്ടി ഇഷ്ടപ്പെട്ടു, നന്നായി പാടിട്ടോ. എനിക്കും Thank you. ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു കുഞ്ഞു ഡൗട്ട് വന്നത്, ഒരു സ്കെയില് കുറച്ചൊന്ന് കേട്ടിട്ട് പാടണോന്നൊരു ഡൗട്ട് വന്നു. കാരണം ഇനിയും ഹൈ പോവല്ലോ. കുറച്ചുകൂടെ എനിക്ക് തോന്നിയത് എന്തു പറഞ്ഞാലും നീ അവിടെ കുറച്ച് താഴെ ആയിരുന്നോ എന്നൊരു ഡൗട്ട്. ഒറിജിനൽ ശ്രുതിയാണോ? ഒറിജിനൽ ശ്രുതിയാ? ഒരു ഹാഫ് എന്തെങ്കിലും ഇത് പാടാൻ പറ്റുമോ മോൾക്ക്? എന്തു പറഞ്ഞാലും. പിന്നെ എന്തിനാ മാറ്റിയേ? പക്ഷെ എനിക്ക് ആ അനുപല്ലവിൽ ട്രൈ ചെയ്ത് നോക്കാമോ? അനുപല്ലവി തുമ്പ കൊണ്ട് തോണി, അതല്ലേ ഏറ്റവും ഹൈ. അവിടെ നിന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക്. തുമ്പ കൊണ്ടു തോണി തുമ്പെ കൊണ്ടൊരാന കണ്ണെഴുത്തി നിന്നും കാണ കണ്ണാടി. ആ. തുമ്പ കൊണ്ടു തോണി തുമ്പെ കൊണ്ടൊരാന കണ്ണെഴുത്തി നിന്നും കാണ കണ്ണാടി. ബാക്കി പാടിക്കോ. വിളിച്ചുണർത്താൻ കൊതിച്ചു വന്നു തൈമണിക്കാറ്റ്, ഇടനെഞ്ചിലെ തൊട്ടിലെ താരാട്ടുപാട്ട്. ബാക്കി എന്തു പറഞ്ഞാലും നീ എന്റേതല്ലേ വാവേ, നിന്നു പിണങ്ങാതെ ഒന്നുകൂടെ പോരൂ പൂവേ. യെസ്, ഇത് സൗണ്ടിങ് ബെറ്റർ മോളെ. ദിസ് ഈസ് സൗണ്ടിങ് മച്ച് ബെറ്റർ. പക്ഷെ ഞാൻ പ്രാക്ടീസ് ചെയ്യുമ്പോഴൊക്കെ വെള്ളി വീഴും സ്വർണം വീഴും. എടാ, നമ്മള് സ്റ്റേജിൽ കയറുമ്പോഴേ തന്നാലെ എനിക്ക് തോന്നുന്നു ബോഡി കുറച്ചൊന്ന് ഹീറ്റ് ആവും. അപ്പോ എന്ന് വെച്ചിട്ട് ശ്രുതി കയറ്റി വെക്കണം എന്നല്ല ഞാൻ പറയണത്. യൂഷ്വലി ഉണ്ടാവുന്നതിനേക്കാളും കുറച്ചും കൂടെ എനർജി ഉണ്ടാവും പാടുമ്പോ. അപ്പം എനിക്ക് തോന്നുന്നു മോൾക്ക് ശ്രുതിയിൽ പാടാമായിരുന്നു എന്ന് തോന്നി. ഇത് പാടിയ കുറച്ചും കൂടി എനർജി ഉണ്ടായേനെ. എനർജി ഉണ്ടായിരുന്നു ഇപ്പൊ കേൾക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അത് മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ കാര്യമായിട്ടൊരു ഒരു സജഷൻ. പിന്നെ എനിക്ക് ആ വിളിച്ചുണർത്താൻ കൊതിച്ചു വന്നു ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അമ്മക്ക് വേണ്ടി നല്ലൊരു ഡെഡിക്കേഷൻ. താങ്ക് യു. അമ്മയുടെ സ്വന്തം ബാബ നന്നായിട്ട് പാടിയിട്ടുണ്ട് ബാവേ. താങ്ക് യു. എനിക്ക് ആ തൈമണിക്കാറ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ആ, അത് രസമായിട്ട് പാടി തൈമണിക്കാറ്റ്. ആ, സൂപ്പറായിരുന്നു. പിന്നെ കൊളുത്തി വെച്ചൊരു നെയ് വിളക്കിന്റെ നേരിയ നാളം മാറ്റി വെച്ചു. ആ കൊളുത്തി വെച്ചൊരു നെയ് വിളക്കിന്റെ വരെ സൂപ്പറായിരുന്നു. താങ്ക് യു സർ. ആ, പിന്നെ എന്താ വെച്ചാ ഇതിന്റെ ഒരു ട്രിക്ക് പറഞ്ഞുതരാം. ഓക്കെ, സി നമ്മൾ സമത്തിന് എന്തു പറഞ്ഞാലും നമ്മൾ സമ്മെടുക്കുമ്പോ ബീറ്റിന്ന് എടുക്കുമ്പോ അങ്ങനെയല്ലേ, എന്തു പറഞ്ഞാലും എന്നേ പാടാൻ പറ്റൂ അല്ലേ? ഇതിലെങ്ങനെയാണ് കമ്പോസർ കൊണ്ടുവന്നിരിക്കുന്നത്? എന്തു അത് തന്നെ, അതുണ്ടല്ലോ. അത് എത്രയാണ്? 1 2. എന്തു പറഞ്ഞാലും 1 2 1 2. ഈ 1 2നെ ചുമ്മാ നമ്മള് തബലയുടെ ഒരു ഇതില് തക്ക എന്തു പറഞ്ഞാലും അല്ലേ? ആ തക വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ പോസാണ് ഈ പല്ലവിക്ക് ഇത്രയും ബ്യൂട്ടി കൊടുക്കുന്നത്. ഞാൻ എന്തു പറഞ്ഞാലും എന്ന് പറഞ്ഞാൽ സുഖമില്ല. പറഞ്ഞു മനസ്സിലായില്ലേ? അപ്പൊ ആ പോസിനെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ആദ്യത്തെ അക്ഷരം, ഓരോ ലൈൻ്റെയും ആദ്യത്തെ അക്ഷരം നമ്മളൊന്ന് ഇംപ്രസ് ചെയ്യണം. അപ്പൊ എന്തു പറഞ്ഞാലും എന്തു അവിടെ ഇംപ്രസ് ചെയ്യുന്നില്ലേ? അതുപോലെ നിന്നു പിണങ്ങാതെ മനത്തെ കൂട്ടിൽ താരാട്ടും പാട്ടും. മനസ്സിലായോ? ഓരോന്നും അങ്ങനെ ഇംപ്രസ് ചെയ്താൽ നല്ല രസമായിരിക്കും. ഒന്ന് പഠിക്കേ. ആ തക മനസ്സിൽ വെക്കണം. പിന്നെ ഓരോ ഫ്രേസിന്റെയും ആദ്യത്തെ അക്ഷരം പുഷ് ചെയ്യണം. ഓക്കെ, ഡൺ. മനസ്സിലായോ? റൈറ്റ്. എന്തു പറഞ്ഞാലും നീ എന്റേതല്ലേ വാവേ, നിന്നു പിണങ്ങാതെ ഒന്നുകൂടെ പോരൂ പൂവേ, മാനത്തെ മാനത്തെ അത് കുറച്ചുകൂടെ പുഷ് ചെയ്യ്. മാനത്തെ കൂട്ടിൽ മഞ്ഞുമൈനയുറങ്ങിയില്ലേ,
താരാട്ടും പാട്ടിൽ താരാട്ടും ആ. താരാട്ടും പാട്ടിൽ മണിത്തത്തയുറങ്ങിയില്ലേ പിന്നെയും നീ എന്റെ നെഞ്ചിൽ ചാരും ചില്ലിൻ വാതിലിൽ എന്തേ മുട്ടിയില്ല ആ എന്തേ മുട്ടിയില്ല വരുമ്പോ സോഫ്റ്റ് ആവണം. എന്തേ മുട്ടിയില്ല അത് കഴിഞ്ഞിട്ട് എന്തു പറഞ്ഞാലും അതാണ്. അങ്ങനെ മോഡുലേഷൻസ് വരണം. അപ്പോൾ ബ്യൂട്ടിഫുൾ ആവും കേട്ടോ. ഓക്കെ ഓക്കെ അത് ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഇങ്ങനെയുള്ള ട്രിക്സ് ഓഫ് ദ ട്രേഡ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ Got it? ഞാൻ എറിഞ്ഞു തരട്ടെ? എറിഞ്ഞു തരട്ടെ അങ്ങോട്ട് ഓക്കെ ഈ ട്രിക്ക് ബോക്സ്. ഉഫ്, വലിയ വലിയ ടിപ്പുകളും ട്രിക്കുകളും ഒക്കെയാണ് ഇവിടുന്ന് കിട്ടുന്നത്. ഇനി ഈ ബോക്സ് ഞാൻ അരിച്ചു കലക്കി കുടിച്ചിട്ട് ഞാൻ മോളെ ഈ പിച്ചിൽ പാടിയപ്പോ എന്ത് രസമായിരുന്നു അറിയോ? ആ ഭയങ്കര ഡിഫറൻസ് ഉണ്ട് ചെയ്യാറുണ്ടോ? കേട്ടോ. നേരത്തെ പാടിയപ്പോഴത്തേക്ക് മേളിലുള്ള ചില നോട്ട്സ് ടച്ച് ചെയ്യുന്ന നോട്ട്സ് ഒക്കെ ഒന്നും ശ്രുതി അറിഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ. അതെ. അപ്പൊ അങ്ങനെയും കൂടെ ചില കാര്യങ്ങൾ ഇതിനകത്ത് സംഭവിച്ചു. അല്ല, റിഹേഴ്സൽ ചെയ്യുമ്പോഴേ ശരിക്കും ഒന്ന് ക്ലീൻ ആയിട്ട് ഒന്ന് ചെയ്താൽ ഏത് പിച്ചിലാണ് നല്ല സൗണ്ടിങ് നോക്കിയിട്ട് അത് ചെയ്താൽ മതി. ഓക്കെ ഓക്കെ Okay. അപ്പൊ അരച്ച് കലക്കാൻ കുറച്ച് മാർക്കും കൂടെ തരട്ടെ. ഓക്കെ സെറ്റ് തരട്ടെ. Your score is 96.5 out of 100. അപ്പൊ ജുവൽക്കുട്ടിയുടെ അമ്മയുടെ അടുത്ത് ചോദിക്കട്ടെ, എങ്ങനെ ഉണ്ടായിരുന്നു പാട്ട്? അമ്മയ്ക്ക് ഒച്ചയില്ല. എങ്ങനെയുണ്ട്? പക്ഷെ കൈകൊണ്ട് സൂപ്പർ, ഇഷ്ടപ്പെട്ടു. അമ്മയ്ക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു വയ്യായികകൾ ഉണ്ടെങ്കിലും ജുവൽക്കുട്ടിയുടെ കൂടെ എപ്പോഴും ഉണ്ടാവുന്ന ആളാണ് ജുവൽക്കുട്ടിയുടെ അമ്മ. രണ്ടുപേരും ഇത്രയും സ്നേഹത്തില് ഇത്രയും സപ്പോർട്ടീവായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ ബൈ ചക്കരേ. Good night. ഉണ്ണിയങ്കൾ, യെസ്. ഇനി നമ്മൾ പുതിയൊരാളെ പരിചയപ്പെടാൻ പോവാണ്. ലിറ്റിൽ ഏഞ്ചൽസിന്റെ കൂട്ടത്തിൽ നിന്ന് ഒരു പുതിയ ആളെ നമ്മൾ പരിചയപ്പെടാൻ പോവാണ്. എനിക്ക് തോന്നുന്നു MJ ഞങ്ങളും ആര്യ ചേച്ചിയും ഇദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഞാനും ഉണ്ണിയങ്കളും കണ്ടിട്ടില്ല. ഞാൻ പരീക്ഷ എഴുതാൻ പോയിരിക്കായിരുന്നു, ഉണ്ണിയങ്കൾ കറങ്ങാൻ പോയിരിക്കായിരുന്നു. അതുകൊണ്ട് നമ്മൾ രണ്ടാളും കാണാത്ത ഒരു, പക്ഷെ പാട്ട് ആദ്യമായിട്ടാ കേൾക്കാൻ പോണേ അല്ലേ? പാട്ട് ആദ്യമായിട്ടാ. നമ്മളെല്ലാവരും പാട്ട് ആദ്യമായിട്ട് കേട്ട് വർത്താനം പറയൊക്കെ ചെയ്യുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. വിളിക്കാം നമുക്ക്. വിളിക്കൂ. ലെറ്റ്സ് വെൽക്കം നമ്മുടെ ലിറ്റിൽ ഏഞ്ചൽ വാസുകി കുട്ടി ഓൺ സ്റ്റേജ് വാസുകി ഫ്രം മലപ്പുറം. ഒരു സുന്ദരിമണി. ദോ വந்தாச்சு വാസുകി. വാസുകി എപ്പടി ഇருக்கு? സുഖ. ഈ പാവാട ആര് വാങ്ങിച്ചെന്നാ? ഇതെന്റെ ഫ്രണ്ടിന്റെയാ. ഫ്രണ്ടിന്റെ പാവാട. ഫ്രണ്ടിന്റെയാ. ഫ്രണ്ടിന്റെ പാവാട അതെങ്ങനെ കടമെടുത്തുണ്ടോ? എപ്പോഴും ഞാൻ ഡ്രസ് വാങ്ങിക്കും. അപ്പൊ എന്റെ അനിയത്തി എപ്പോഴും ഒരു ചോദ്യം ചോദിക്കും, അമ്മ എനിക്ക് ഡ്രസ്സ് വേണമെന്ന്. അപ്പൊ അമ്മയ്ക്ക് അത് കേൾക്കുമ്പോ വിഷമം വരിക. അപ്പൊ അമ്മ വിചാരിച്ച് വാങ്ങണ്ട, ഫ്രണ്ടിന്റെ കയ്യിന്ന് കടം വാങ്ങിക്കാന്ന്. അനിയത്തിക്ക് അമ്മ എപ്പോഴും ഡ്രസ്സ് വാങ്ങും. അപ്പൊ കുഞ്ഞ് എപ്പോഴും പറയും എനിക്കും ഡ്രസ്സ് വേണമെന്ന്. അപ്പൊ അമ്മയ്ക്ക് സങ്കടയോ ഇത് എന്നും രണ്ടുപേർക്ക് ഡ്രസ്സ് വാങ്ങിട്ട്. അപ്പൊ അമ്മ ഇപ്രാവശ്യം വിചാരിച്ചു വേണ്ട, ആരെങ്കിലും കടം വാങ്ങിക്കൊടുക്കാം. അങ്ങനെ കടം വാങ്ങിക്കൊടുത്തൊരു ഉടുപ്പാണ് ഈ കാണുന്നത്. സ്വന്തം പാവാട എവിടെ പോയി? സ്വന്തം പാവാട ടൈറ്റാ. അപ്പൊ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാ അമ്മയെ പറഞ്ഞിട്ട് കാര്യമില്ല. അതെ. ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, അതാരാ 3 പേര് അവിടെ ഇരിക്കുന്ന? അച്ഛയും അമ്മയും ഇതല്ലേ നേരത്തെ പറഞ്ഞ നമ്മുടെ അനിയത്തി? അവരുടെ പേരെന്താ അച്ഛയുടെ അമ്മയുടെയും? അച്ഛന്റെ പേര് പ്രശോഭ്, അമ്മേന്റെ പേര് അഞ്ജലി. അഞ്ജലി. അനിയത്തി കുഞ്ഞിന്റെയോ? വാമിക. വാമിക. ഹലോ വാമിക. ആണ്. അതാണ് പുതിയ ഉടുപ്പ്. മുത്തശ്ശി വാങ്ങിക്കൊടുത്തത്. അയ്യോ കയ്യിലെന്താ? അഞ്ജലി ചേച്ചി, അതെന്തായിരുന്നു? ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു ഈ ഡ്രസ്സ് കടം വാങ്ങിയതാ, എന്റെ പാവാട കുറച്ച് ടൈറ്റ് ആയി എന്ന് പറഞ്ഞു. അതെന്താ സംഭവം? അവക്ക് കൊറേ പാവാടയും ബ്ലൗസ് ഉണ്ട്. പക്ഷെ അവളുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് വേദ ക്ലാസ്സില്. അപ്പൊ വേദയുടെ ഉടുപ്പ് വേണമെന്ന് പറഞ്ഞിട്ട് ഈ കഥയല്ലാട്ടോ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത്. ഞങ്ങളുടെ അടുത്ത് വേറെ കഥയാ പറഞ്ഞത്. അനിയത്തിക്ക് മാത്രം എപ്പോഴും ഡ്രസ്സ് വാങ്ങും. അപ്പൊ ഞാനും വേണമെന്ന് പറയാം. അപ്പൊ അമ്മയ്ക്ക് വിഷമായിട്ട് അമ്മ വേറൊരു കുട്ടിയുടെ കയ്യിൽ നിന്ന് കടം വാങ്ങി തന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് കണ്ടോ ഒരാള്? അതെ, ഇവിടെ ഒരു ചുന്തിരിക്കുട്ടിയാണ്. ചുന്തിരി. അപ്പൊ ഇന്ന് ഏതാണ് പാട്ട്? കല്യാണി കളവാണി. കല്യാണി കളവാണി. അപ്പൊ ഡീറ്റെയിൽസ് പറയാമോ? പാടിയത് പി മാധുരി അമ്മ, എഴുതിയത് വയലാർ രാമവർമ്മ സാർ, മ്യൂസിക് ജി ദേവരാജൻ മാസ്റ്റർ, സിനിമ
സിനിമ അനുഭവങ്ങൾ പാളിച്ചകൾ ഇത് correct ആയി പറഞ്ഞല്ലോ. വർഷം 1971. ഓക്കെ എല്ലാം പഠിച്ച ഗുഡ് ഗേൾ എല്ലാം പഠിച്ചു. അത് ആരൊക്കെ അവിടെ ഇരിക്കുന്നതെന്നൊന്ന് പറയാവോ? അനിയത്തി കുഞ്ഞല്ല, ബാക്കി ആ മൂന്നാൾക്കാര്. ഞങ്ങളും ആ ആര്യ ചേച്ചിയും ആ. പിന്നെ ഉണ്ണിയങ്ങളും ഉണ്ണിയങ്കളോ. ഇതാരാ മീനുട്ടി ചേച്ചി. അത് അറിയാം. മീനുട്ടി മീനുട്ടി ചേച്ചി. ചേച്ചി. Okay. എല്ലാം അറിയാം. ഇവിടെ ആരെയാ ഏറ്റവും ഇഷ്ടം കുഞ്ഞിന്? ടി വി കണ്ടിട്ട് ടോപ്പ് സിംഗർ കണ്ടിട്ടുണ്ടോ ടിവിയില്? ആ. അപ്പൊ ആരെയാ എവിടെ ഏറ്റവും ഇഷ്ടം? മീനുട്ടി ചേച്ചീനെ ആര്യ ചേച്ചീനെ. പെൺകുട്ടികളോടാണ് താല്പര്യം എന്ന് തോന്നുന്നു. നന്നായിട്ട് പാടണേ. പാട്ട് All the തുടങ്ങാം, best. അല്ലേ? ഓൾ ദി ബെസ്റ്റ് പറഞ്ഞു. All the best. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. Thank you. കല്യാണി കളവാണി ചെല്ലം മിഴിചെല്ല വെള്ളിത്താഴ്വര പൂത്തിറങ്ങിയതാൺ പൂവോ പെൺപൂവോ ആൺപൂവാണേലമ്പലപ്പുഴയുണ്ണിക്കണ്ണന് പൂജയ്ക്ക് പെൺപൂവാണേലാഹ മറ്റൊരു കാർ വർണ്ണനമാലയ്ക്ക് കല്യാണി കളവാണി ചെല്ലം മിഴിചെല്ല വെള്ളിത്താഴ്വര പൂത്തിറങ്ങിയതാൺ പൂവോ പെൺപൂവോ കല്യാണി കളവാണി. നിന്റെ ഇടത്തെ കൺപുരികം തുടിക്കുന്നുണ്ടോ? നിന്റെ നെഞ്ചിനകത്തൊരു മോഹം മുളയ്ക്കുന്നുണ്ടോ? തത്തമ്മേ, നിന്റെ ഇടത്തെ കൺപുരികം തുടിക്കുന്നുണ്ടോ? നിന്റെ നെഞ്ചിനകത്തൊരു മോഹം മുളയ്ക്കുന്നുണ്ടോ? തത്തമ്മേ, കൂട്ടിനകത്തു കമഴ്ന്നു കിടന്നു മയങ്ങുമ്പോളാരോ കുളിർന്ന കുന്നും ചെരുവിലിരുന്ന് വിളിക്കണുണ്ട്. കൂട്ടിനകത്തു കമഴ്ന്നു കിടന്നു മയങ്ങുമ്പോളാരോ കുളിർന്ന കുന്നും ചെരുവിലിരുന്ന് വിളിക്കണുണ്ട്. കല്യാണി കളവാണി ചൊല്ലം മിഴിചൊല്ല് വെള്ളിത്താഴ്വര പൂത്തിറങ്ങിയതാൺ പൂവോ പെൺപൂവോ കല്യാണി കളവാണി. നിന്റെ മനസ്സിൻ പൊന്നറകൾ തുറക്കണുണ്ടോ? നിന്റെ മുത്തുവിളക്കുകളൂതി കെടുത്തണുണ്ടോ? തത്തമ്മേ, നിന്റെ മനസ്സിൻ പൊന്നറകൾ തുറക്കണുണ്ടോ? നിന്റെ മുത്തുവിളക്കുകളൂതി കെടുത്തണുണ്ടോ? തത്തമ്മേ, പൂത്തക്കിനാക്കൾ പൊതിഞ്ഞ് പിടിച്ചു മയങ്ങുമ്പോളാരോ പുറത്തു പച്ചിലമിതിയടിയിട്ട് നടക്കണുണ്ടോ? പൂത്തക്കിനാക്കൾ പൊതിഞ്ഞ് പിടിച്ചു മയങ്ങുമ്പോളാരോ പുറത്തു പച്ചിലമിതിയടിയിട്ട് നടക്കണുണ്ടോ? കല്യാണി കളവാണി ചൊല്ലം മിഴിചൊല്ല് വെള്ളിത്താഴ്വര പൂത്തിറങ്ങിയതാൺ പൂവോ പെൺപൂവോ കല്യാണി കളവാണി. അടിപൊളി. മീനുകുട്ടാ
എന്തോ പറയുന്ന കേട്ടോ, നമ്മുടെ ആര്യ നീ എന്നൊക്കെ വിളിക്കുന്നു. നീ ഇന്ന് വിളിച്ചു ആര്യ ചേച്ചീനെ? ഇല്ല, ഇല്ലല്ലോ. നിന്റെ ഇടത്തെ അതാരെ കാണിച്ചു? കൺപുരികം അത് ഞാൻ, നിന്റേത് കാണിച്ചില്ലേ? അതാരായിരുന്നു? അത് ഞാൻ, അത് ഞാൻ ഞാൻ ആരെയാ കാണിച്ചേ? ഞാൻ ചേച്ചിനെ കാണിച്ചു. അതല്ലേ പറഞ്ഞേ. അപ്പൊ നിന്റെ ഇടത്തെ കൺപുരികം തുടിക്കണുണ്ടോ? അങ്ങനെ ചോദിച്ചു. തുടിക്കുന്നുണ്ടോ? നിന്റെ നെഞ്ചിനകത്തൊരു മോഹം തളിർക്കണുണ്ടോ? ഇങ്ങനെ ഇങ്ങനെ ഷോൾഡർ അങ്ങനെ ചോദിച്ചു. ഷഗ് ചെയ്ത് പിന്നെ തത്തമ്മയെന്ന് വിളിച്ചു. എങ്ങനെ തത്തമ്മ എങ്ങനെ? ഇതൊക്കെ ആരാ പഠിപ്പിച്ചിരുന്നേ? അമ്മയാണോ പാട്ട് പഠിപ്പിച്ചു തന്നേ? പക്ഷെ അച്ഛനാണ് ഒരു പാട്ട് ഫുള്ള് പാടാൻ പറഞ്ഞ, അച്ഛനാണ് ഫുള്ള് പാടുക. അതേത് പാട്ട്? അമ്മയ്ക്ക് ഏതേലും പാട്ട് പാടാൻ പറഞ്ഞ അച്ഛന് അല്ല, അമ്മ അത് ഫുള്ള് പാടൂല, അമ്മയ്ക്ക് കുറച്ചറിയുള്ളൂ. അമ്മക്ക് കുറച്ചറിയുള്ളൂ. പക്ഷെ ഡാൻസ് സ്റ്റെപ്പൊക്കെ അമ്മയെ പഠിപ്പിച്ചിരുന്നേ. അമ്മക്ക് ഭയങ്കര നാടാണ് അമ്മയ്ക്ക് ഫുള്ള് പാടാത്തത്. ആയിരിക്കും. എന്താ 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 അമ്മ ഫുള്ള് പാടാത്തത്? ആണെന്ന് എനിക്ക് കാണണം. പക്ഷെ അമ്മ എവിടെ കണ്ടാലും അമ്മ അവിടെ പാടാറില്ല. അമ്മ നന്നായി പാടുവോ? വാസുകുട്ടിക്ക് ആഗ്രഹം ഉണ്ടോ അമ്മ പാടണമെന്ന്? അച്ഛൻ പാടണമെന്ന്. പാടണമെന്ന് ആഗ്രഹം. അച്ഛൻ പാടണമെന്നാണോ? അപ്പൊ അമ്മയുടെ പാട്ട് നല്ലല്ലേ? അത്രയ്ക്ക് നല്ലതല്ല. അപ്പൊ അച്ഛന്റെ ഒരു ലൈൻ കേട്ടാലോ നമുക്ക്? അച്ഛന്റെ പേരെന്താണ്? പ്രശോഭ്. ഒന്നും കേട്ടില്ല. മുമ്പേ പറഞ്ഞിരുന്നോ? മറന്നുപോയി. മറന്നുപോയി. അതാ പാവം. അപ്പൊ അച്ഛന്റെ പാട്ട് കേൾക്കാം. നവമേഘമേ കുളിർ കൊണ്ടുവാ, ഒരു ചെങ്കുറിഞ്ഞിപ്പൂവിൽ മൃദു ചുംബനങ്ങൾ നൽകാം. താരാപഥം ചേതോഹരം പ്രേമാമൃതം പെയ്യും നിതാ. വെരി ഗുഡ്. പ്രശോഭേ, കലക്കി. അച്ഛന് എത്ര മാർക്ക് കൊടുക്കാം? അച്ഛന് 100-ല് 100 100 കൊടുത്തു. അതിൽ കുറഞ്ഞൊരു മാർക്കില്ല കേട്ടോ മീനൂട്ടി. അതെ. വാസുവിക്കുട്ടി നല്ല ചിരിച്ച് പാടുന്നുണ്ടല്ലോ ഫുൾ സോങ്. ഫസ്റ്റ് അങ്ങനെ ചെറിയതായിട്ട് എടുത്തില്ലേ, ആ സമയത്ത് ചിരിച്ചില്ല. പക്ഷെ സാറില്ല കേട്ടോ, ഫുൾ സോങ് നല്ല സ്മൈൽ ചെയ്ത് ഭംഗിയായി പാടി. അതിലിടയ്ക്ക് ആര്യ ചേച്ചിയായിട്ട് ഇന്ററാക്ട് ചെയ്തു. ഓരോ ബാക്ക്ഗ്രൗണ്ട് നിൽക്കുന്ന സമയത്ത് പാടി. നന്നായി പാടി മോളെ. ഏത് ക്ലാസ്സിലാ പൊന്നെ പഠിക്കുന്നേ? 2-ല്. എന്ത് പറയുന്നു സ്കൂളിലെല്ലാരും? ഈ ഡ്രസ് കിട്ടിയ ഡ്രസ് വാങ്ങിയ കുട്ടീന്റെ കുട്ടി പറഞ്ഞു വീഡിയോ ആയിട്ട് ഇങ്ങനെ വോയിസ് എടുക്കാൻ പറ്റുക. അതിനകത്ത് പറഞ്ഞു വാസുകി ലിറ്റിൽ ഏഞ്ചൽ വാസുകി നന്നായിട്ട് പാടണേ, ഓൾ ദ ബെസ്റ്റ് എന്ന്. അങ്ങനെ പറഞ്ഞു വാസുകി ലിറ്റിൽ ഏഞ്ചൽ വാസുകി നന്നായിട്ട് പാടണേ. അത് പ്രൊഫൈൽ എടുക്കാൻ പോയി വീഡിയോ എടുക്കാനായിട്ട്. അപ്പൊ പോകുമ്പോ പറയുന്നു. അങ്ങനെ പറഞ്ഞല്ലേ? നല്ല ഫ്രണ്ടാണ് കേട്ടോ. മിടിമിടിക്കാണപ്പോ നന്നായി പാടിട്ടാ മോളെ. എനിക്ക് ആ ആൺപൂവാണേലമ്പൽ ആ ഒരു ഇതുണ്ട്. ആ ബമ്പുകള് ഭയങ്കര രസമുണ്ടായിരുന്നു. വാസുകുട്ടി പാടുന്നത്. ഈ ഫുൾ പാട്ട് ഇങ്ങനെയൊക്കെ പാടാന്ന് പറഞ്ഞാൽ ഒരു സംഭവമാണല്ലോ നമ്മുടെ വാസുകി. കറക്റ്റ് സെലക്ട് ആക്കിയ പാട്ട് എന്റെ ഇഷ്ടമുള്ള പാട്ടുമായിരുന്നു. അമ്മ പ്രാർത്ഥിച്ചോണ്ടിരുന്ന പാട്ടുമായിരുന്നു. അമ്മ പ്രാർത്ഥിച്ചോണ്ടതുകൊണ്ട് അത് വന്നേ. അടിച്ചല്ലോ ഒരു മധുര മഴ. ഇങ്ങനെ പോവാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്തോ വാരിക്കും. വാസു, അപ്പൊ പാട്ടുകൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് നല്ല രീതിയിൽ പാടണം കേട്ടോ. ടാറ്റാ ടാറ്റാ ബൈ. മീനുകൂടാ, എന്തോ അടുത്തത് വരാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ പേഴ്സൺ ആണ്. വാസ്കോ ഡ ഗാമ ഫ്രം ഗോവ. വാസ്കോ ഡ ഗാമ വരുന്നു. ആരായി വാസ്കോ ഡ ഗാമ? വാസ്കോ ഡ ഗാമ ആദ്യമായിട്ട് ഇവിടെ വന്ന ട്രാവലർ പോർച്ചുഗീസ്. എവിടെന്നാണ്? പോർച്ചുഗൽ. അത് എവിടെയാണ് വന്നെത്തിയത്?
കാപ്പാട്. കോഴിക്കോട്. കാപ്പാടാണ്. ആ. ഇത് എവിടെ ഹിസ്റ്ററി പഠിച്ചോ? ഞാൻ 2 വർഷം ഹ്യൂമാനിറ്റീസ്. ഇത് 6ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതല്ല. പക്ഷെ ഹ്യൂമാനിറ്റീസ് വിശദമായിട്ടുണ്ട്. 6ാം ക്ലാസ് ട്രാവലർ ആയിരുന്നു. പിന്നെ അവരുടെ ഫാമിലി അവരെങ്ങനെ കോമ്പസ് വെച്ച് കണ്ടുപിടിച്ചു. അയ്യോ. ഈ പറങ്കികൾ എന്ന് വിളിക്കുന്ന ആരെ? പറങ്കികൾ ഫോറിനേഴ്സ് ആണ്, കച്ചവടക്കാരാണോ? ആര് എക്സാക്ട്ലി എന്ന് പറയണം. ഇല്ല, കച്ചവടക്കാരാണെന്ന് അറിയാം. ഏത് വർഷം വാസ്കോ ഡ ഗാമ വർഷം കേരളത്തിൽ അറിയത്തില്ല. വന്നത്? ഇതൊക്കെ അറിയാതാണ് ഇവിടെ നിൽക്കുന്നത്. What is this, Captain? ഓടിക്കോ. ഞാൻ ആലോചിക്കാം ഏത് വർഷമായിരിക്കും. നമുക്ക് വാസ്കോ ഡ ഗാമ എടുത്ത് ചോദിക്കാം. ചോദിക്കാം. ഓക്കെ, ആ. വിളിച്ചോ. വാസ്കോ ഡ ഗാമ മാത്രമേ വരുന്നുള്ളൂ. കൂടെ തൃശ്ശൂരിൽ നിന്ന് അനുഷ്കയുമുണ്ട്. അതെ, അങ്ങനെ 2 ആൾക്കാര് ഡിബേറ്റ് പാടാനെത്താണ്. നമ്മുടെ ദക്ഷ് കുട്ടനും അനുഷ്കും എത്തുന്നു. വെൽക്കം. ഇവിടെ പാട്ട് പാടാനുള്ള സ്റ്റേജ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് എവിടെ? സ്റ്റേജ് ഉണ്ട്, കുറച്ചും കൂടി നടക്കണം. വാ. എത്ര നേരമായി നടക്കാൻ തുടങ്ങിയിട്ട്? എനിക്ക് വിശക്കണു. എനിക്ക് വിശക്കണോന്ന്. വിശക്കുന്നുണ്ടല്ലേ? ആ, ശരിയാക്കി തരാ. ആദ്യം കണ്ണൊന്ന് അടച്ചേ. എന്തിനാ? കണ്ണൊന്ന് അടക്കി. എന്തിനാ? കണ്ണടച്ച വിശപ്പ് മാറ്റാൻ ഞാനൊരു സാധനം തരാം. ഐസ്ക്രീം തരൂ. ഐസ്ക്രീം അല്ലേ? ഐസ്ക്രീം തരാ. ചോക്ലേറ്റ് ഐസ്ക്രീം തരൂ. ചോക്ലേറ്റ് ഐസ്ക്രീം തരാ. ആദ്യം കണ്ണൊന്ന് അടക്കി. കണ്ണ് തുറക്കല്ലേ? ഇല്ല ഇല്ല, വേഗം തരണേ. ഞാൻ പറയാതെ തുറക്കല്ലേ? ഇല്ല തുറക്കല്ലേ ട്ടോ. ഇല്ല, വേഗം തരണേ. ശരി. വേഗം തരണേ. ചോക്ലേറ്റ് ഐസ്ക്രീം വേഗം തരണേ. ഹായ് ഹായ്. എന്താ? നല്ല രസമുണ്ടല്ലേ? എന്ത്? ഓടാൻ വാ, ഇനി ഓടാ. വട്ടാണല്ലേ? എന്നോട് ഒരുപാട് നേരമായി അങ്ങനെ ചോദിക്കണു. അതെന്താ? എന്നെ പാട്ട് പാടാൻ കൊണ്ടുപോകാൻ പറ്റിച്ചില്ലേ? പാടാനല്ലേ? ആ, വാ, കൊണ്ടുവാ. ഹലോ. ഹലോ. ഹലോ, നിന്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ചോദിക്കാനുണ്ട്. എം ജെ അങ്കിൾ. ഏത് വർഷത്തിലാണ് വാസ്കോ ഡ ഗാമ കേരളത്തിൽ വന്നത്? 1498. കറക്റ്റ്. എങ്ങനെ പിടികിട്ടി? SST ഞങ്ങൾക്ക് ഈ വർഷം ചാപ്റ്റർ ഉണ്ടായിരുന്നു. ഞാൻ മറന്നിരിക്കുന്നു. വളരെ നന്ദി. അത് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. എത്രടാ? 1498. അത് ഏത് ദിവസമായിരുന്നു? ഏത് മാസമായിരുന്നു? ഒരു തിങ്കളാഴ്ചയായിരുന്നു. ഞാൻ ആ സമയത്ത് ജനിച്ചിട്ടേ ഇല്ല. ഞാൻ ജനിച്ചിട്ടില്ല. പക്ഷെ മെയ് 20 എന്റെ ഓർമ്മ. ഇപ്പൊ 1498 മെയ് 20 അദ്ദേഹം കാപ്പാട് വന്നു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. എന്നോട് കറക്റ്റ് ആണോ? കറക്റ്റ് ആയിരിക്കും. അനുഷ്കയ്ക്ക് അറിയാലോ? ഇല്ല. അനുഷ്ക വാസ്കോ ഡ ഗാമ എന്ന് പറഞ്ഞാൽ ആരും ആരത്? പാട്ട് കേട്ടിട്ടുണ്ട്. വാസ്കോ ഡ ഗാമ to the drama. ആ പാട്ട് കേട്ടിട്ടുണ്ടല്ലേ? മോളൊക്കെ എന്ത് വേണമെങ്കിലും ദർശനോട് ചോദിച്ചാൽ മതി. അതെ, Correct ആയി പറഞ്ഞു. നീ സത്യം പറഞ്ഞു കൊടുക്ക്. അതെ. വാസ്കോ ഡ ഗാമ പോർച്ചുഗലിലത്തെ ആളായിരുന്നു. പോർച്ചുഗീയ. പോർച്ചുഗൽ. പോർച്ചുഗൽ. ആ, യെസ്. സൗത്ത് ആഫ്രിക്കയിലാണോ എത്തിയിരുന്നത്? അതെ. സൗത്ത് ആഫ്രിക്കയിലായിരുന്നു. പകുതി വഴി എത്തിയിരുന്നു കേപ്പ് ഓഫ് സ്റ്റോംസ് കാരണം. അവിടുന്ന് വഴി ക്ലിയർ ആയി അറിയാത്തോണ്ട് പിന്നെ അവിടുന്ന് ഇന്ത്യൻ സെയിലറിന്റെ ഹെൽപ്പ് വെച്ചിട്ട് കാപ്പാടെത്തി. മെഡിക്കൽ. അപ്പൊ ഇന്ന് പാട്ട് ഏതാണ്? മീന വേനലിൽ. ഇതായിട്ട് യാതൊരു ബന്ധമില്ല. മീന വേനലിൽ. ബ്യൂട്ടിഫുൾ സോങ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സോങ് ആണ്. SP വെങ്കടേഷ് സാറിന്റെ കിലുക്കം മൂവി. അതില് ജോജിയും നന്ദിനി തമ്പുരാട്ടിയാണ് കേട്ടോ. പിന്നെ MG അണ്ണനും ചിത്ര ചേച്ചിയും. അബ്സല്യൂട്ട്ലി ബ്യൂട്ടിഫുൾ കോമ്പിനേഷൻ ആണ് അവർ രണ്ടും. അവർ പാടുമ്പോൾ എപ്പോഴും ഒരു ഹെൽത്തി ഒരു മത്സരം ഉണ്ടാവും സംഗതികൾ പാടുന്നതിൽ. അത് നേരത്തെ MG അണ്ണൻ പറഞ്ഞിട്ടുള്ളത് പല പാട്ടുകളും ചിത്ര ചേച്ചി പാടിക്കഴിഞ്ഞിട്ട് MG അണ്ണൻ പാടുമ്പോഴത്തേക്കും കൂടുതൽ സംഗതി വെച്ച് പാടും. അത് കേട്ടിട്ട് ചിത്ര ചേച്ചി വീണ്ടും വന്ന് വീണ്ടും സംഗതി കൂട്ടി പാടും. അപ്പൊ അങ്ങനെയൊക്കെ കുറെ നല്ല രസകരങ്ങളായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ടെന്ന് അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അത് അപ്പൊ MG അണ്ണനും ചിത്ര ചേച്ചിക്കാണ് കൈഡി. പ്രത്യേകിച്ചും ഈ സോങ്ങിന് വേണ്ടി ബിച്ചു തിരുമല സാറാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ റെഡിയല്ലേ? ലെറ്റ്സ് ഗോ. ഓക്കേ സർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ് രണ്ടുപേരും. ദുൻ 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 ദുൻ
വാസ്കോ ഡി ഗാമ ആൻഡ് കിളിമഞ്ചാരോ യെസ് മാം. നല്ല രസത്തിൽ പാടി. താങ്ക് യു മാം. താങ്ക് യു മാം. എൻ്റെ ഫേവറേറ്റ് മൂവിയും ഫേവറേറ്റ് സോങ്ങും ആണ്. മൂഡ് മാറുമ്പോഴൊക്കെ പിന്നെയും 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 കണ്ടുകൊണ്ടിരിക്കുന്ന മൂവിയാണ്. സോ താങ്ക് യു സോ മച്ച് ഫോർ സിംഗിങ് ദിസ് ബ്യൂട്ടിഫുൾ സോങ്. താങ്ക് യു മാം. താങ്ക് യു മാം. ഇത് കേൾക്കാൻ ഭയങ്കര സുഖമുള്ള പാട്ടാണ്, അതുപോലെ പാടുമ്പോഴത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു പാട്ടുമാണ്. അപ്പൊ അത് തുടങ്ങുമ്പോൾ തന്നെ എനിക്ക് മൈൻഡിലുണ്ടായിരുന്നേ. പക്ഷെ എനിക്കറിയാം വാസ്കോ ഡ ഗാമ ആൻഡ് കിളിമഞ്ചാരോ ആണ് ഇവിടെ പെർഫോം ചെയ്യാൻ പോകുന്നത്. ഇന്ന് ഇത് പൊളിക്കും എന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പൊ പല്ലവി തുടങ്ങിയപ്പം ഞാൻ പറഞ്ഞു ആഹാ അടിപൊളി. അനുപല്ലവി തുടങ്ങിയപ്പം ഞാൻ പറഞ്ഞു ആഹാ അടിപൊളി. പക്ഷെ അനുപല്ലവിയുടെ അവസാനം എത്തിയപ്പോഴത്തേക്കും മെല്ലെ നമ്മുടെ കിളിമഞ്ചാരോയുടെ കയ്യിൽ നിന്ന് ചെറുങ്ങനെ ഒന്ന് കുഞ്ഞു കുഞ്ഞു മിസ്സസ് വരാൻ തുടങ്ങി. അതിനുശേഷം ചരണത്തിൽ കയറിയപ്പോഴത്തേക്കും പിന്നെ ഒന്ന് ലെവലപ്പായി. പക്ഷെ ചരണത്തിന്റെ അവസാനം ആകുമ്പോഴത്തേക്കും നമ്മുടെ വാസ്കോ ഡ ഗാമയുടെ കയ്യിൽ നിന്ന് കുറച്ചും കൂടെ ഒന്ന് മിസ് ആയിപ്പോയി. കുഴപ്പമില്ല, അതെന്താ പറ്റിയെന്ന് ഞാൻ പറയട്ടെ. നിങ്ങൾ രണ്ടുപേരും ഈ ടഫായിട്ടുള്ള സാധനങ്ങൾ വരുമ്പം ഞങ്ങളെ നോക്കും, ചുറ്റുമുള്ളവരെ നോക്കും. പാട്ടിലോട്ടേക്കുള്ള കോൺസെൻട്രേഷൻ അങ്ങ് പോകുന്നതാ അല്ലേ? തോന്നിയില്ല? ചെറുതായിട്ട് പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പാട്ടാട്ടോ. അതാണ് അതിന്റെ കാര്യം. കാരണം ഇത് ലൈവായിട്ട് പാടുക എന്ന് പറഞ്ഞാൽ അതവിടെ നിന്ന് പാടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ താങ്ക് യു സോ മച്ച്. അടിപൊളി അറ്റംപ്റ്റ് ആയിരുന്നു കേട്ടോ. ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ അറ്റംപ്റ്റ് ഫ്രം ബോത്ത് ഓഫ് യു. ഫോർ ഷുവർ. പല്ലവി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ തുടങ്ങിയ പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട പറയട്ടെ കൊറിയോഗ്രഫി. എനിക്ക് കൊറിയോഗ്രഫി ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് ഭയങ്കര രസമായിരുന്നു. ഇവനും കൂടിയാ ചെയ്തത്. ആരാ? ഞാനും ഇവനും കൂടിയാ. നിങ്ങൾ തന്നെ കൊറിയോഗ്രാഫി ചെയ്താണോ? ഓ, ആ റോസ് പൂ കൊടുക്കുന്ന അപ്പൊ ആരുടെ ഐഡിയ ആയിരുന്നു? ആർക്കും കൊടുത്തിട്ടുണ്ടോടാ റോസ് പൂ? സ്വന്തം ഭാവന. എടാ, ഇത്രയും ദിവസം ഞാനിവിടെ ഉണ്ടായിട്ട് എനിക്ക് ഒരു പൂ ഇതളെങ്കിലും നീ തന്നോടാ? ഇത് ഡാൻസ് ആയതുകൊണ്ടാ. കൊടുക്കില്ലായിരുന്നു. മീനൂട്ടിക്ക് കൊടുത്തോ നീ? ഒരു ആർക്കും കൊടുക്കൂല. ഒരു ചെമ്പരത്തി പൂവെങ്കിലും കൊടുത്തൂടെ നിനക്ക് മീനൂട്ടിക്ക്? ചെമ്പരത്തി പൂ കൊടുക്കുകയാണെങ്കിൽ ആൾക്കാർ വട്ടാണെന്ന് വിചാരിക്കും. എന്നാ പിന്നെ ആ റോസ് പൂ എടുത്ത് മീനൂട്ടിക്ക് കൊടുത്തോ. താങ്ക് യു. വെൽക്കം. ഇതൊന്നും ഒരു തെറ്റല്ല. തെറ്റല്ലേ? റോസ് പൂ കൊടുത്തോ? അങ്ങനെയല്ല, ആർക്കും കൊടുക്കില്ല. നാണൊക്കെ ആയിട്ടില്ല. അങ്ങനെ വിചാരിച്ച് കൊടുക്കായിരുന്ന പോരെ. ഓ, ചോദിക്കുന്ന ആള് പൂവൊന്നും കൊടുത്തില്ലല്ലോ, ഇതൊരു തെറ്റല്ല. ആരാ പറയുന്നത്? മീനുട്ടി ഈ 7 വർഷമായിട്ട് ഒരു മുട്ടായി എങ്കിലും അച്ഛന് വാങ്ങിച്ചിരുന്നുണ്ടോ? ഞാൻ ഇവിടുന്ന് മധുരമഴ വീഴുമ്പോ എത്ര മുട്ടായി പെറുക്കി അവിടുന്ന് പെറുക്കിക്കൊണ്ട് വന്ന്. പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇത് കേൾക്കണം. ഒന്ന് കേക്കൂ പ്ലീസ്. മീനൂട്ടി എം ജെ സാറിന് ഒന്നും സ്നേഹമില്ലാത്ത മകൻ. ചേച്ചി, ഞാൻ പെറുക്കി കൊടുക്കുന്നില്ലേ? ഇവിടെ പലർക്കും വീഴുന്ന മുട്ടായി മഴയെന്ന് പെറുക്കുന്ന മുട്ടായികളാണ് ഞങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് ദാനമായി ഇനി കിട്ടുന്നത്. കിട്ടില്ല നിങ്ങൾക്ക്. ഉണ്ണിയങ്ങൾ ഞാൻ തരും. അല്ലല്ല, ഉണ്ണിയങ്ങൾ എന്താ തരാന്ന് പറഞ്ഞറിയോ? എനിക്ക് തട്ട് ദോശ മേടിച്ചു തരാം. ഉണ്ണിയങ്ങൾ അതിന്റെ ചമ്മന്തി തരാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ കേട്ടു. ഞാൻ പറഞ്ഞത് വേറെ എവിടുന്നോ എന്തോ കഴിക്കാൻ വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞില്ല, ഞാൻ വേണമെങ്കിൽ തട്ട് ദോശ വാങ്ങിത്തരാം. എനിക്ക് എന്നിട്ട് ഞാൻ 3 പേർക്ക് കൊടുക്കാനുള്ള ഗിഫ്റ്റിനെ പറ്റി ചിന്തിക്കായിരുന്നു. ഇപ്പോഴല്ല, ഞാൻ വലുതാവുമല്ലോ. ഒത്തിരി വലുതായി കഴിഞ്ഞിട്ട് ഇതിലും കുറച്ചുകൂടെ വലുതായി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് 3 പേർക്ക് വാങ്ങിത്തരും. ഉണ്ണിച്ചേട്ടാ, എന്റെ മകൾ പറയുന്ന ഒന്നും വിശ്വസിക്കാൻ പാടില്ല. ഞാൻ വാങ്ങിത്തരും. ഞാൻ പറഞ്ഞു ഒരു കാര്യം, മീനൂട്ടി ഒരു ഒറിജിനൽ അച്ഛനെ കൊണ്ടുവരേണ്ടി വരും. അതെ, ഞാൻ വാങ്ങിത്തരും. ഇത് കോംപ്രമൈസ് ആക്കാൻ. അതെ, ഇല്ല, ആര്യ ചേച്ചിക്ക് ഞാൻ വാങ്ങിത്തരുന്നത് മറ്റേ സ്ലൈഡൊക്കെ. എം ജെ അങ്കിളിന് തട്ടുദോശ. ഉണ്ണി അങ്കിളിന് എന്താണെന്ന് കണ്ടെത്തിയിട്ടില്ല. ഞാൻ ഒന്ന് കണ്ടുപിടിച്ചിട്ട് അറിയിക്കാം. ക്രിയേറ്റീവായിട്ട് നമുക്ക് തൽക്കാലം ഇവരുടെ പ്രശ്നം സോൾവ് ചെയ്യാം. അയ്യോ, വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു ഗൈസ്. അപ്പൊ മൊത്തത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. കിടിലൻ കോസ്റ്റ്യൂം, കിടിലൻ പെർഫോമൻസ്, നല്ല പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് മനസ്സിലായി. ആൻഡ് ദ ചേഞ്ച് ഫ്രം യുവർ ഫസ്റ്റ് പെർഫോമൻസ് ടു യുവർ 8th ആണെന്ന് തോന്നുന്നു. 8ാമത്തെ പെർഫോമൻസിലേക്ക് എത്തി നിൽക്കുമ്പം യു ഗൈസ് ആർ ഡൂയിങ് അമേസിംഗ്. താങ്ക് യു മാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാം. ദക്ഷ്കുട്ടൻ ആൻഡ് അനുഷ്ക, ബോത്ത് ആർ ഫാന്റാസ്റ്റിക് സിംഗേഴ്സ്. താങ്ക് യു സർ. പല റൗണ്ട്സിലും നിങ്ങൾ പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. ഇതൊരു ഇൻട്രസ്റ്റിംഗ് കമ്പോസിഷനാണ്. രണ്ടും ക്വസ്റ്റ്യൻ ആൻസർ മാതിരി വരുന്നതും അത് കോംപ്ലിമെന്റ് ചെയ്യുന്നതും അത് നിങ്ങൾ നന്നായിട്ട് ട്രൈ ചെയ്തിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇറ്റ്സ് എ വെരി ഡിഫിക്കൽട്ട് സോങ് ഓൺ സ്റ്റേജ്. പക്ഷേ 1-2 സ്ഥലത്ത് സ്ലിപ്പായി. അനുഷ്ക മോള് ഒരു സ്ഥലത്ത്, പല്ലവി വാസ് ഗുഡ് ചരണത്തിലെ ഒരു സ്ഥലത്ത്. ബട്ട് ദക്ഷ്കുട്ടൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. താങ്ക് യു സർ. ഫിനിഷിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ചരണത്തിൽ. താങ്ക് യു സർ. നല്ല കോൺഫിഡൻ്റ് ആയിട്ട് പാടി അവിടെ. എനിക്ക് ഈ ഡാൻസ് മൂവ്മെന്റ്സിലാണ് ഒരു സജഷൻ ഉള്ളത്.
അപ്പോൾ അവിടുന്ന് കയറി വരുന്ന സമയത്തൊക്കെ ഉണ്ട് കുറച്ചും കൂടി പ്ലീസിങ് ആവാം. അപ്പോൾ കുറച്ചും കൂടി വിഷ്വൽ ഇമ്പാക്റ്റ് ഉണ്ടാവും. അതിപ്പോൾ എന്തോ ഒരു മെക്കാനിക്കലായിട്ട് ഇങ്ങനെ കൊണ്ടുവരുന്നു, നിർത്തുന്നു, പിന്നെ അത് കഴിഞ്ഞ ഉടനെ വളരെ സീരിയസ് ആവും, പാടും. പക്ഷെ ആ പാടുന്നതിന് മുമ്പേയും കുറച്ച് പ്ലീസിങ് ആയിട്ട് ആ ഫേഷ്യൽ എക്സ്പ്രഷൻ കുറച്ചും കൂടി ഭംഗിയാക്കാം. ഞാൻ അപ്പൊ ഉണ്ണി കുറച്ചുകൂടി സാറും നല്ല- കൂടെ നടന്നു വരുന്ന കാണിച്ചു തരാം. അതെ, അതെ. കാണിച്ചു കൊടുത്താലോ? യെസ്. പാടോ നിങ്ങള്? സ്ലോ മോഷൻ. ഡാൻസ് ഉണ്ടെങ്കിൽ ഉണ്ണിച്ചേട്ടാ യെസ്. നല്ലൊരു ഈവനിങ് വാക്കായിരുന്നു. അതെ, ഞങ്ങള് Thank you. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു കൂട്ടുകെട്ടിൽ നടക്കുന്നത്. അതെ. അതിന്റെ ഒരു സുഖം ഉണ്ടായിരുന്നു. സ്കൂള് വിട്ട് പോണ പോലെ 5 പേര് കൈയൊക്കെ പിടിച്ചിങ്ങനെ. ഒരു ഗ്രൂപ്പ് വല്ലാത്ത സോങ്ങിന് കൂട്ടുകെട്ടായിരുന്നു. കൊണ്ടുവരുന്നു. അപ്പൊ വാസ്കോഡഗാമയും കിളിമഞ്ചാരവും ഇത് അതെ. കണ്ടു പഠിച്ചോ, കണ്ടു പഠിത്തോ? പഠിച്ചു. പഠിച്ചു. എന്ത് പഠിച്ചു? പഠിച്ചു. എപ്പോഴും പാടുന്ന ഡാൻസ് കളിച്ചതിന് ശേഷം നേരെ സീരിയസ് ആവാൻ പാടില്ല. അതിന്റെ കൂടെ ഒരു എക്സ്പ്രഷൻ അങ്ങനെ കീപ്പ് അപ്പ് ചെയ്യണം. എൻജോയ് ചെയ്തെല്ലാം ചെയ്യണം എന്ന് പഠിക്കും. Yes. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഗുരു തുല്യരായിട്ടുള്ള ആൾക്കാർ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ അവരുടെ ഓറ നമ്മളെങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുന്നു, നമ്മളെങ്ങനെ കൺവേർട്ട് ചെയ്യുന്നു, ആ ട്രാൻസാക്ഷനിലൂടെ നമ്മളെങ്ങനെ വളരുന്നു, അതാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഉണ്ണിച്ചേട്ടനും ആര്യ അവിടെ വരുമ്പോഴത്തേക്കും ആ ഒരു ഓറ ഫീൽ ചെയ്തോ? യെസ് സർ. എൻ്റെ ഗുരുക്കന്മാരുടെ ഐ ഫെൽറ്റ് ദാറ്റ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദാറ്റ് ഇസ് വണ്ടർഫുൾ. അതാണ് Thank you, ഈ sir. കൂട്ടായ്മയാണ് ടോപ്പ് സിംഗർ സീസൺ 6. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. Best of luck. All the best. താങ്ക് യു ചേച്ചി. ദക്ഷുട്ടാ, യെസ് സർ. നീ കുറച്ച് ഓവർ സീരിയസ് ആയിട്ട് എനിക്ക് തോന്നി കേട്ടോ. ഞാൻ ഈ പാട്ടിന് മുമ്പേ ഞാൻ പറഞ്ഞ്, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നിന്ന് നോക്കണ്ട, നേരെ നിന്നാൽ മതി. എന്നിട്ട് നമ്മുടെ ബോഡി തിരിക്കാതെ തല മാത്രം തിരിച്ച് നോക്കാം, സ്നേഹിക്കാം, പാടാം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ദക്ഷുട്ടൻ എന്ത് ചെയ്തു? ആ ഞാൻ ഇവനെ കൊറേ നോക്കിയ ആ അതാണ് അല്ല അനുഷ്ക. സർ, എനിക്ക് കഴുത്ത് ഇങ്ങനെ ആക്കുമ്പോ വോയിസിന് ഒരു പിടുത്തം കിട്ടൂല, അതാണ്. ആണോ, അതൊരു തോന്നലാണോ? അല്ല, മുന്നേ വേറെ ഒറ്റയ്ക്ക് പാടുമ്പോഴൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്യാറുണ്ടായിരുന്നു ഞാൻ. ഉം. സൈഡിക്ക് ഇങ്ങനെ നോക്കുമ്പോ അപ്പൊ അതെനിക്ക് അപ്പൊ എന്താ വെച്ചാൽ കുറച്ച് ബോഡി കൂടെ തിരിച്ചിട്ട് നോക്കാലോ. കുറച്ചൊന്ന് ഫേവർ ചെയ്ത് കഴിയുമ്പോഴേ, അതാണ്. അല്ലെങ്കിൽ ആർക്കോ വേണ്ടി പാടുന്ന മതിയാവും. ആ കിളിമഞ്ചാരോ പാവല്ലേ, ഒന്ന് നോക്കിക്കൂടെ കിളിയെ ഇടയ്ക്ക്? കണ്ടോ, ഫീൽ ചെയ്ത് കേട്ടോ. ഇങ്ങനെയൊക്കെ ചെയ്യാം. കിട്ടിയപ്പോ മുതൽ എന്നെ എന്താ ഈ മൂവിയിൽ ഒരു കഥാപാത്രമായിട്ട് വെച്ചിരിക്കുക. ആശ്. ഇത്ര ഫീലിപ്പിക്കാൻ പാടില്ല കേട്ടോ. അനുഷ്ക കണ്ടോ സങ്കടം വന്ന് കണ്ണൊക്കെ നിറഞ്ഞു കണ്ടോ? കണ്ണു പറഞ്ഞിട്ടില്ല. ഇങ്ങനെ ആക്കിയില്ലേ, ഞാൻ കണ്ടു. ഈ പാട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പൊ ശരിയാക്കി തരാം എന്ന് നിങ്ങൾ പറയുന്ന പോലെ എനിക്ക് തോന്നും. പക്ഷെ അപ്പോഴാണ് എല്ലാം ശരിയായി പോകണം. ആ സംഗതികളും എല്ലാവരുടെയും പല സ്ഥലത്തും സ്ലിപ്പുകളുണ്ട്. പക്ഷെ ദിസ് ഇസ് എ വെരി വെരി ടഫ് സോങ് ടു സിങ്. എല്ലാ പാട്ടുകാർക്കും ഇത് ഏറ്റെടുത്ത് പാടാൻ പറ്റില്ല. അതാണ് ഈ പാട്ടിന്റെ പ്രത്യേകത. അപ്പൊ ആ രീതിയിലാണ് നേരത്തെ ക്യാപ്റ്റൻ പറഞ്ഞ പോലെ അറ്റംപ്റ്റ്. ദാറ്റ് ഇസ് ബ്രേവ് ആൻഡ് വെരി നൈസ് കേട്ടോ. പിന്നെ നമ്മൾ പാടാൻ ശ്രമിക്കുമ്പോൾ ദക്ഷേ, ശ്രീകുമാരേട്ടന്റെ വഴി എന്ന് പറയുന്നത്, ശ്രീകുമാരേട്ടൻ വളരെ ഈസി ആയിട്ട് ഇത് കൈകാര്യം ചെയ്യും. ഇത് കേട്ടിട്ട് നമ്മളും അത്രയും ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ കൈകാര്യം ചെയ്യപ്പെടും. അതാണ് എൻ്റെ ഒരു പ്രശ്നം. അപ്പം നമ്മൾ കുറച്ചും കൂടെ അത് നമ്മൾ ഇൻവോൾവ് ആയിട്ട് കുറച്ചും കൂടെ പ്രസ് ചെയ്ത് പാടേണ്ടി വരും ചില സാധനങ്ങളൊക്കെ. ഇപ്പം അനുപല്ലവിയുടെ എൻഡിൽ ഡൈനമിക്സ് കൂടിപ്പോയി മോൻ പാടിയത്.
ചില സ്ഥലത്ത് ഭയങ്കരമായിട്ട് വലിച്ച് ചില സമയത്ത് വളരെയധികം ഇംപ്രസ് ചെയ്ത്. അപ്പൊ അത്രയും വേണ്ട കേട്ടോ. ഓക്കെ സർ. അതൊന്ന് പാടാമോ? അത് എൻ സംഗതി കേക്കണം എനിക്ക്. അപ്പൊ ഇത് കേൾപ്പിച്ച് ഒന്നുകൂടെ പാടിക്കാൻ. അത് പാടാൻ പറ്റുന്ന ആളല്ലേ, അതൊക്കെ കേക്കട്ടെ, എന്നിട്ട് മാർക്കൊക്കെ പോടട്ടെ. കമോൺ. ഇത് ഇങ്ങനെ 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 പോയി നമ്മൾ ഈ വോളിയം കൺട്രോൾസിനെ ഇങ്ങനെ ഇങ്ങനെ വലിക്കുന്ന പോലെ വരാതെ എല്ലാം ഓപ്പൺ ആയിട്ട് പാടിയേ. നോട്ട് ചെയ്ത് ഇത്രയും സംഗതികളും കാര്യങ്ങളും ഡെപ്തും ഈ പാട്ടിനുണ്ട്. അപ്പൊ അത് നല്ല ഓപ്പണായിട്ട് പഠിച്ച് പാടി വച്ചിട്ട് ഇവിടെ വരുമ്പോഴത്തേക്കും ചില ഇടങ്ങളിൽ നമുക്ക് ഡൈനാമിക്സ് കൊടുക്കാം. അതാണ് വേണ്ടത് കേട്ടോ ദക്ഷ. മോൾക്കും ഇതുപോലെ അത് പാടാമോ? പൂവിന്റെ പൂവിൻ മകരന്ദമേ. ആ സംഗതി കുറച്ചും കൂടെ കറക്റ്റ്. അത് തനിയെ പാടുമ്പോ കറക്റ്റാ, പക്ഷെ ഒന്നിച്ചു വരുമ്പോഴത്തേക്കും അവിടെ സ്ലിപ്പ് ആവുന്നുണ്ട്. സ്ലിപ്പ് ആവുന്നുണ്ട്. അടുത്തത് അത് കഴിഞ്ഞിട്ടുള്ള പോർഷൻ നന്നായിട്ട് പാടി കേട്ടോ. അങ്ങനെ കൈയടി വരുന്നു. ദക്ഷിണ എൻജിയുടെ പാട്ടുകൾ ഭയങ്കര ഇഷ്ടമാണല്ലേ? അതാണ് ദക്ഷിണ ചേരുന്നതും അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കള്ളിപ്പൂങ്കുയിലെ, പിന്നെ അല്ലിമലർ കാവിൽ, അവിടെയൊക്കെ പോയിട്ടാണ് പിന്നെ മീന വേനലിൽ എത്തിയത് അല്ലേ? അത് നല്ലതാണ്. അപ്പോൾ ചേട്ടന്റെ പാട്ട് നന്നായിട്ട് ചേരുന്നുണ്ട് കേട്ടോ. അപ്പൊ അത് മുന്നോട്ട് പോവാം. അനുഷ്ക് വളരെ പ്ലസന്റ് ആയിരുന്നു കാണാനും, ഒരു നല്ല പ്രസൻസ് ഉണ്ട് അനുഷ്കിന് കേട്ടോ. ഈ കോസ്റ്റ്യൂം വളരെ നല്ലതാണ്. അവനെ ഒരുപാട് സ്നേഹിക്കാൻ ശ്രമിച്ചു, പക്ഷെ അവൻ സ്നേഹിച്ചില്ല. പാവൻ, ചിലപ്പോഴൊക്കെ ജീവിതം ഇങ്ങനെയൊക്കെയാണ്. അത് ഞാൻ കുറെ നോക്കി. അതിന്റെ ഫുൾ ശ്രദ്ധ പാട്ടിലേക്കാണ്. അത് ദാറ്റ് ഈസ് വെരി ഗുഡ്. പക്ഷെ ഇടയ്ക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഫേവർ ചെയ്താ മതി. പറഞ്ഞില്ലേ, ജസ്റ്റ് ഒന്ന് അല്ലേ? ഇങ്ങനെ നോക്കിയാൽ മതി. അങ്ങനെ നോക്കിയാ ഇനി നോക്കണം കേട്ടോ. ഓക്കെ. അനുഷ്ക കുട്ടി ആൻഡ് ദക്ഷ്, എത്ര മാർക്സ് ഉണ്ടാവും? ഗസ്. 98. അനുഷ്ക 97 point something. So you both are getting 97 out of 100. Yes. Thank you, sir. 97. അപ്പോ അനുഷ്കിന്റെ ഗസ് ഏകദേശം ഒക്കെ കറക്റ്റ് ആയിരുന്നു അല്ലേ? ഓൾ ദ വെരി ബെസ്റ്റ് രണ്ടുപേർക്കും. ബൈ. Bye, ചേച്ചി. Bye. 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 ഉണ്ണിയങ്കൾ, ഇനി ഉണ്ണിയങ്കളിനും നമുക്കൊക്കെ കേൾക്കാൻ ഇഷ്ടമുള്ള ഒരു സൂപ്പർ മെലഡി ആയിട്ടാണ് ഒരാൾ വരാൻ പോകുന്നത്. സൂപ്പർ ആർട്ടിസ്റ്റ് ആണ്, ഒരു കോട്ടയംകാരനാണ്. അതുകൊണ്ട് എനിക്ക് പ്രത്യേക സന്തോഷമുണ്ട്, എന്റെ നാട്ടുകാരനായതുകൊണ്ട്. അങ്ങനെ ഒരു കോട്ടയംകാരൻ എത്തുകയാണ്. സോ ലെറ്റ്സ് വെൽക്കം സാം സോണി ഓൺ സ്റ്റേജ്. ഹായ്. ഓ, മുണ്ടൊക്കെ എടുത്ത ഒരു ചേട്ടൻ അല്ലേ? ഒരു സാം ചേട്ടൻ. വ്യത്യസ്തനാമൊരു കോട്ടയം സാമിനെ സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല. മുണ്ടെടുത്ത ബാലക എന്തോ എന്തിനു പറയണേ? ഇന്ന് ഞാൻ പാടാൻ പോകുന്ന പാട്ട് ഒരു പ്രത്യേകത ഉള്ള പാട്ടാണ്. എന്റെ ഫേവറേറ്റ് പാട്ടാ. എല്ലാവരുടെയും ഫേവറേറ്റ് ആയിരിക്കും. ഒരു പ്രണയഗാനം, ഒരു ഗസൽ മൂഡിലുള്ള യമൻ കല്യാണി രാഗത്തിലുള്ള പാട്ട്. ഏതാന്ന് ഗസ് ചെയ്യാൻ പറ്റും? ഗസൽ പോലുള്ള ഒരുപാട് മലയാളം പാട്ടുകളുണ്ട്, പഴയകാലം തൊട്ടുണ്ട്. മ്യൂസിക് ഡയറക്ടറെ പറഞ്ഞാൽ പറയാൻ പറ്റും. പൂവച്ചാൽ ഖാദർ സാറിന്റെ പൂവച്ചാൽ ഖാദർ സാർ എഴുതിയത് അല്ലേ? മനസ്സിലായി. ഏതാണ് പറയുന്നില്ല. കൊറേ പാട്ട് എഴുതിയിട്ടുണ്ടല്ലോ, അതുകൊണ്ട്. ആര്യക്ക് മനസ്സിലായോ? എനിക്ക് മനസ്സിലായില്ല.
വെച്ചൽ കാതറെന്നും കൂടി പറഞ്ഞപ്പോ കൃത്യമായി മനസ്സിലായി. അനുപല്ലവിയില് കാരണം ഈ റെക്കോർഡിംഗ് ഒക്കെ നേരിട്ട് കണ്ടിട്ടുള്ള ആളാണ്. അത് തന്നെ ആ കായലല്ലേ? ആ കായൽ എവിടെയായിട്ട് വരും? അനുവിന്റെ സൈഡിലായിട്ട് വരും. അനുവിന്റെ സൈഡിൽ. അത് ശരി. അപ്പൊ അനുരാഗിണി അനുവിന്റെ സിസ്റ്റർ ആണ് രാഗിണി. അനുരാഗിണി. ശരി. അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ അതെ. ഒരു രാഗമാലയായി ഏതു നിന്റെ ജീവനിൽ. കറക്റ്റ് അല്ലേ? തെറ്റുണ്ടല്ലേ? തെറ്റണ്ടാന്ന് ചോദിച്ചാ ആ. എനിക്ക് നിങ്ങളുടെ അത്ര അറിവില്ലല്ലോ. അയ്യോ ഞാൻ വെച്ചോ തെറ്റ് പറയാൻ പോവാന്ന്. ഒരറിവും വലുതും ശരിയും അല്ല. അത് ഇങ്ങോട്ട് ഷെയർ ചെയ്യണം. അപ്പോഴാണ് നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് വളരുന്നത്. ഭയങ്കര ഹംബിൾ കേട്ടോ. ഭയങ്കര ഹംബിൾ. വെരി ഹംബിൾ ആൻഡ് സിമ്പിൾ. അപ്പോ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു. ലിറിക്സ് പൂവച്ചാൽ ഖാദർ സാറ്, ആ. മ്യൂസിക് ജോൺസൺ മാസ്റ്റർ, മൂവി ഒരു കുടക്കീഴിൽ, ഇയർ 1985, സിംഗർ KJ യേശുദാസ് സാറ്. പല പാട്ടുകളും നമ്മൾ കേട്ട് മറക്കാറുണ്ട് അല്ലേ? അതെ. ചില പാട്ടുകൾ കുറച്ച് നാളത്തേക്ക് നമ്മുടെ കൂടെ ഉണ്ടാവും അല്ലേ? അതെ. പിന്നെ അത് മറന്നു പോകും. ചില പാട്ടുകൾ ഇങ്ങനെ എത്ര കാലം കേട്ടാലും മതിയാവാതെ കേൾക്കും തോറും കൊതി കൂട്ടുന്ന പാട്ടുകളുണ്ട്. അതെ. അതില് ഒരു പാട്ടാണ് അല്ലേ ഉണ്ണിച്ചേട്ടാ ഈ അതെ പാട്ട്? അതെ അതെ. ഈ പാട്ടൊരു ക്ലാസിക് ആണത്. ക്ലാസിക്. യെസ്. ഇനി എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും, ഒരു 50 വർഷം കഴിഞ്ഞാലും ഈ പാട്ടിനെ കുറിച്ച് എല്ലാവരും സംസാരിക്കും, പാടുകയും ചെയ്യും. അങ്ങനത്തെ ഒരു പാട്ടാണ്. അപ്പൊ നമ്മുടെ കൊതി കൂട്ടി തരുമോ? കൂട്ടിത്തരാം. ശ്രമിക്കാം. ശ്രമിക്കല്ലേ ചെയ്യും നീ? കോൺഫിഡൻസോടെ പറ. ശ്രമിക്കാം. തരാം. 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 ഞാൻ നന്നായി പാടും. ഞാൻ നന്നായി പാടാം. ഇന്ന് ഞാൻ അടിപൊളിയായി പാടും. ഇന്ന് ഞാൻ അടിപൊളിയായി പാടും. Yes, അത് വേണം. അപ്പൊ കോൺഫിഡന്റ് ആയിട്ട് പാടൂ. കോൺഫിഡൻസ്. പിന്നെ ഈ പാട്ട് ഞാൻ ഒരാൾക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഡെഡിക്കേഷൻ ഉണ്ടോ? അതെ അതെ. അത് ആദ്യം പറയണ്ടേ? അല്ല റൗണ്ട് അല്ല, പക്ഷെ ഉണ്ടല്ല, ഡെഡിക്കേറ്റ് മെലഡി റൗണ്ട് അല്ലേ? മെലഡി റൗണ്ട്. എൻ്റെ സ്കൂളിലുള്ള എല്ലാ ടീച്ചർമാർക്കും കുട്ടികൾക്കും, പ്രത്യേകിച്ച് എൻ്റെ ക്ലാസ്സിലുള്ള ടീച്ചർക്കും കുട്ടികൾക്കും എനിക്ക് വേണ്ടി അവർ സ്ഥിരമായിട്ട് ഞങ്ങൾ ക്ലാസ്സിൽ പ്രാർത്ഥന ചൊല്ലുമായിരുന്നു. എനിക്ക് വേണ്ടി ടോപ്പ് സിംഗർ ഞാൻ കയറി കഴിഞ്ഞ് എനിക്ക് വേണ്ടി അവർ കൂടുതൽ പ്രാർത്ഥന ഇല്ലെന്ന്, എനിക്ക് വേണ്ടി മാത്രം. അവർക്ക് ഒരു താങ്ക്സ്. പേര് ചേർപ്പങ്കൽ ഹോളി ക്രോസ് HSS ചേർപ്പങ്കൽ. ടീച്ചറുടെ പേര്, ക്ലാസ് ടീച്ചറുടെ പേര് സോഫി ടീച്ചർ. സോഫി ടീച്ചർ. HSS ചേർപ്പുങ്കൽ. അതെ. ആ സ്കൂളിലെ എല്ലാ കുട്ടികൾക്കും, പ്രത്യേകിച്ചും നമ്മുടെ സാംകുട്ടന്റെ ക്ലാസ് ടീച്ചർക്കും സോഫി ടീച്ചർ. സോഫി ടീച്ചർക്കും പിന്നെ അവിടുത്തെ സാംകുട്ടന്റെ ഫ്രണ്ട്സിനും പ്രാർത്ഥന പറയുന്ന എല്ലാവർക്കും നമ്മുടെ നമസ്കാരം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു.
സാംകുട്ടാ, എന്തോ ഒരു നമസ്കാരം. താങ്ക് യു. എന്താ വെച്ചാ ഒരു മെലഡി എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് നീ മനസ്സിലാക്കിയിരിക്കുന്നു. അതിനാണ് ഞാൻ എണിച്ചു നിന്നത്. താങ്ക് യു സാർ. എന്റെ ഇത്രയും ഭാരം വെച്ച് എന്നെ ഉയർത്താൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. എന്നാലും ഞാൻ ഉയർന്നു. എന്തുകൊണ്ട്? നീ എന്നെ ഉയർത്തി. ആഹാ, വെരി ബ്യൂട്ടിഫുൾ. താങ്ക് യു സാർ. ആ, ഇടയ്ക്ക് ശബ്ദം കുറച്ച് ശബ്ദം മാറുന്ന ഒരു സമയമുണ്ടോ? കാര്യങ്ങൾ അങ്ങനെയില്ല. അങ്ങനെയുണ്ടോ? ഇല്ല ഇല്ല ഇല്ല. ഇല്ല. സമാധാനായി. ഹ. ആ, അതാണ് ഏറ്റവും വലിയ സമാധാനം. അതെ അതെ. അത് കുറച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് വരും. ആ അതപ്പൊ നമുക്ക് ആലോചിക്കാം. ആ. അപ്പോ ആ ശബ്ദത്തിന്റെ അവിടെ ഇവിടെയുള്ള പ്രശ്നങ്ങൾ ഒഴിച്ചാൽ ആ മെലഡി കൈകാര്യം ചെയ്ത ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതെ. അതുപോലെ ചില വളരെ സബ്ലൈം ആയിട്ടുള്ള ടെൻഡർ ഫീലിങ്സ്, യെസ്. അതൊന്ന് അതിനൊരു നല്ല കൈയടി കൊടുക്കണം. താങ്ക് യു സാർ. പിന്നെന്താ വെച്ചാ സംഗതികൾ യെസ് ഒട്ടും ഫോഴ്സ്ഫുൾ ആവാതെ യെസ്. ഒരു പക്ഷേ ഒരു ഗസലിലൊക്കെ നമ്മൾ കേൾക്കുന്ന രീതിയിലുള്ള ഒരു ആലാപനത്തിന്റെ ലാളിത്യം, അതാണ് ലളിതമായിരിക്കണം. അതെ. ആ ലാളിത്യം കൊണ്ട് അതെ എന്ന് പറഞ്ഞില്ലേ, ആ. അതാണ് അതെ. നിനക്ക് അവിടെ ഒരു ടിക്ക് മാർക്കാണ് കേട്ടോ. താങ്ക് യു. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. താങ്ക് യു സാർ. പിന്നെ അനുപല്ലവി തുടങ്ങിയ ചരണം തുടങ്ങിയ ആ പഞ്ചമത്തിൽ ഇങ്ങനെ ലയിക്കുന്നുണ്ടല്ലോ. ആ. കായലിൽ അതെ. അതുപോലെ മൈനകൾ ആ പദങ്ങൾ പാടുന്നു. അതെ. നമസ്കാരം. നമസ്കാരം. അത് സൂപ്പറാണ്. പിന്നെ അനുവാദം നീ തരില്ലേ, അതെ. വരതേ എന്ന് പാടിയില്ലേ, ആ. അത് നമസ്കാരം. ഇതൊക്കെ ഭയങ്കര രസമുള്ളതാണ് കേട്ടോ. അടുത്തെങ്കിലും ഈ പാട്ട് ഇത്രയും നന്നായിട്ട് ആരും പാടി ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. അത്രയ്ക്ക് എന്ന് പറഞ്ഞാൽ മ്യൂസിക്കൽ പെർഫെക്ഷൻ എന്ന് പറയുന്നത് അത് മെക്കാനിക്കൽ പെർഫെക്ഷൻ അല്ല. ആ. അതാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതെ. മെക്കാനിക്കലായിട്ട് റോബോട്ടിക് ആയിട്ട് കുറെ സ്വരങ്ങളുടെ ഒരു കോമ്പിനേഷൻ പാടിക്കഴിഞ്ഞാൽ ഒരു പാട്ടാവൂല. ആ. പാട്ടാവണമെങ്കിൽ അത് ഹൃദയത്തിന്റെ എക്സ്പ്രഷൻ ആയിരിക്കണം. അതെ അതെ. ഇതിൽ കരൾ എന്ന് പറഞ്ഞിരിക്കുന്നു. ആ. എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം, മലയാളത്തിൽ മാത്രമാണ് ഇങ്ങനെ. അതായത് കരളിൽ വിരിഞ്ഞ പൂക്കൾ ലിവറിൽ വിരിഞ്ഞ പൂക്കൾ എന്ന് പാടിയ വളരെ മോശമല്ലേ? ആ. ലിവറേൻ കൈ എന്ന് പാടിക്കഴിഞ്ഞാൽ അത് മോശമല്ലേ? പക്ഷെ മലയാളത്തിൽ മാത്രമാണ് ഇങ്ങനെ കരളേ എന്ന് പറയുന്നത്. ഇപ്പൊ ഹിന്ദിയിലൊക്കെ ആണെങ്കിൽ മെരാ ദിൽ അല്ലേ, ആ, ദിൽ ഹാർട്ട്. ദിൽ തോ പാഗൽ ഹേ, ദിൽ തോ ബച്ചാ ഹേ ജി, അങ്ങനെ പറയാം. അത് തന്നെ ദിൽ ദിൽ. ആ, ദിൽ എന്ന് പറഞ്ഞാൽ ഹൃദയം. ആ, അതെ. അല്ലെങ്കിൽ ഇംഗ്ലീഷ് ആണെങ്കിൽ ഓ മൈ ഹാർട്ട് എങ്ങനെ പറയും? ഓ മൈ ഹാർട്ട്. ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് പറയണേ. ഓ മൈ ഹാർട്ട്. മേരാ ദിൽ എങ്ങനെ പറയും? മേരാ ദിൽ. ഓ, ബേസ് കൂട്ടിയ റൊമാൻസ് വരുമോ? ഹിന്ദിയില് ചില വാക്കില് ഫേസ് കൂട്ടിയ റൊമാൻസ് വരും. അപ്പൊ ഇതുപോലെ എന്റെ ലിവറെ പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ മലയാളത്തിന്റെ ഒരു പ്രത്യേകതയാണ്. പക്ഷെ ആ കരൾ എന്നുള്ള ആ രീതിയിൽ പണ്ട് പി ഭാസ്കരൻ മാഷിന്റെ ഒരുപാട് വരികൾക്ക് ഈ കരൾ എന്നുള്ള ഉപയോഗിച്ചിട്ടുണ്ട്. ബിലവഡ് എന്നുള്ള രീതിയിലാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഈ പാട്ടിലുണ്ട്. അത് എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് കേട്ടോ. അപ്പോ സാംകുട്ടാ, എന്തോ ഭയങ്കര ഇമ്പ്രൂവ്മെന്റ് ആണ്. അതാണ് അങ്കിളിന് ഏറ്റവും ഇഷ്ടം. താങ്ക് യു. താങ്ക് യു. സാംകുട്ടാ, എന്തോ സാർ? ഔട്ട്സ്റ്റാൻഡിങ്. താങ്ക് യു സാർ. ഈ ജോൺസൺ മാസ്റ്റർ ചെയ്തതിൽ ഒരുപക്ഷെ എത്രയോ ഹിറ്റ്സ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതാണ് ഒരു ക്ലാസിക്, ഏറ്റവും വലിയൊരു ക്ലാസിക്. എത്ര വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തതാണ്. അതെ അതെ. ഈ പാട്ട് എഴുതിയത് ശ്രീ പൂവച്ചൽ ഖാദറാണ്. അതെ അതെ. അദ്ദേഹമായിട്ട് ഞാൻ വളരെ ക്ലോസ് ആയിരുന്നു. ആ. അപ്പൊ അദ്ദേഹത്തിന്റെ കുറെ പാട്ടുകൾ ഞാൻ പാടിയിട്ടുണ്ട്. അപ്പോൾ ഈ പാട്ട് ഒരു ഗസൽ മൂഡിലുള്ള മലയാളം പാട്ടുകൾ വളരെ കുറച്ചേ ഉള്ളൂ. അപ്പൊ ഈ പ്രായത്തിൽ മോൻ അത് മനസ്സിലാക്കി പാടി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ്. താങ്ക് യു സാർ. ബ്യൂട്ടിഫുൾ ആയി പാടി മോനെ. താങ്ക് യു. ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ആ മറ്റേ പ്രിയതേ എന്നൊക്കെ പറയുന്നില്ലേ, അത് ഷൗട്ട് ചെയ്യാണ്ട് നല്ല സ്വീറ്റ് ആയിട്ട് പാടിയാൽ കുറച്ചുകൂടി നന്നായിരിക്കും. കുറച്ചൊരു ഷൗട്ടിങ് മാറ്റി തോന്നി. മേ ബി വോയിസിലുള്ള സ്ട്രെയിൻ ആയിരിക്കാം. അത് അത്രയും സ്ട്രെയിൻ ഇതുകൊണ്ട് പല്ലവി വരുമ്പോഴേക്കും ചെറിയൊരു വെള്ളിയൊക്കെ വീണു. അപ്പൊ അത് വരാതെ ശ്രദ്ധിക്കണം മോൻ കേട്ടോ. ബ്യൂട്ടിഫുൾ ആയി പാടി. ഇതൊരു ഗസൽ, ശരിക്കൊരു മലയാളം ഗസൽ കേൾക്കണ മാതിരി ഒരു മൂഡ്. ജോൺസേട്ടന്റെ ഉണ്ണിച്ചേട്ടൻ പാടിയ ഒരു പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതാണ് സാരംഗിമാറിൽ അണിയും പൂർവ രാഗമോ അല്ലെ? ജയകുമാർ സാർ അല്ലേ? ജയകുമാർ സാറാണ് എന്റെ കൂടെ പാടിയത്. അന്ന് രഞ്ജിനി മേനോനാണ്. അത് ലൈവായിട്ട് പാടിയതാണ്. മീഡിയ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞൊരു സ്റ്റുഡിയോയില് ലൈവായിട്ട് പാടിയ ഒരു പാട്ടാണ്. നിരവധി തവണ ഞാൻ കേട്ടിട്ടുള്ള ഒരു പാട്ടാണ്. എത്രയോ തൗസൻഡ്സ് ഓഫ് ടൈംസ് ആയിരിക്കും. അത് ചേട്ടന്റെ ശബ്ദത്തിൽ കേൾക്കാൻ ഈ സമയത്ത് ഈ തരുണത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും.
സാരംഗിമാരിലണിയും ഏതപൂർവഗാനമോ ശിശിരം മറന്ന വാനിൽ ഒരു മേഘരാഗമോ മൂവന്തിതൻ പുഴയിലൂടെ ഒഴുകിയാരതി സാരംഗിമാരിലണിയും ഏതപൂർവഗാനമോ ശിശിരം മറന്ന വാനിൽ ഒരു മേഘരാഗമോ. അപ്പൊ സാംകുട്ട ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് തന്നേന് ഒരു വലിയ സല്യൂട്ട്. താങ്ക് യു സർ. ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ പ്രസന്റേഷൻ. താങ്ക് യു. സാം എന്തോ എന്റെ ഫേവറേറ്റ് പാട്ടാണ്. ആ അത് സാം ഭയങ്കര രസത്തി പാടിയപ്പോ ഒരുപാട് സന്തോഷായി. താങ്ക് യു. യു ആർ എൻ അമേസിംഗ് സിംഗർ സാംകുട്ട. താങ്ക് യു. രസം എന്താന്ന് പറഞ്ഞാൽ കോൺഫിഡൻസ് പോവാതെ കാമായിട്ട് എങ്ങനെ പാടാം എന്നുള്ളത് സാം ഇവിടെ കാണിച്ചു തന്നു തോന്നുന്നു. താങ്ക് യു ചേച്ചി. സാധാരണ എങ്ങനെ നല്ല കോൺഫിഡന്റ് ആയിട്ട് പാടുമ്പോൾ എനിക്ക് പറ്റുന്ന അബദ്ധം എന്താ പറഞ്ഞാൽ ഭയങ്കര പുഷിയായിട്ട് പാടിപ്പോ. അതെ അതെ. പക്ഷെ സമാധാനമായിട്ട് നല്ല ഫീലോടുകൂടെ സാംകുട്ടൻ ഭയങ്കര രസത്തിൽ പാടി. എന്നാൽ പിന്നെ ആ വോയിസ് നല്ല നല്ല സ്ട്രോങ് ആയിട്ട് അവിടെ ഇരിക്കുകയും ചെയ്യുന്നുണ്ട്. ആ പാട്ടിന് വേണ്ട എല്ലാം സാമിന് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. താങ്ക് യു. യു ആർ എൻ അമേസിംഗ് സിംഗർ. താങ്ക് യു ചേച്ചി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താ അറിയോ, ആ അനുപല്ലവിയും ചരണവും തുടങ്ങിയില്ലേ, ആ കായലിൻ പ്രഭാതഗീതങ്ങൾ, അതും മൈനകൾ രണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓൺ പോയിന്റ് ആയിരുന്നു അത്. യൂഷ്വലി ഭയങ്കര ബുദ്ധിമുട്ടാണേ, ഇന്റർലൂഡ് കഴിഞ്ഞിട്ട് അടുത്ത ഭാഗം തുടങ്ങാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാ. പക്ഷെ സാം യു നെയിൽഡ് ഇറ്റ്. താങ്ക് യു ചേച്ചി. ഇതുപോലെ അങ്ങ് പ്രാക്ടീസ് ചെയ്ത് പോയാ കിടിലനായിരിക്കും. ആകെ ഒരു കുഞ്ഞു സജഷൻ, രണ്ട് സ്ഥലത്തും ഒരുപോലെ ഒരു ക്ലാരിറ്റി കുറവ് വന്നുകൊണ്ടാണ് പറയുന്നത്. അത് കായലിൻ പ്രഭാത ഗീതങ്ങൾ, തുഷാരമേഘം, അതും അതുപോലെ വിലാസമാടുന്നു ചരണത്ത്, രണ്ടും ഒരേ സ്ഥലത്ത് തന്നെയാണ്. ചെറിയൊരു ക്ലാരിറ്റി കുറവാണ്. കുഴപ്പമില്ല, ഫോർ യുവർ ഏജ് അതൊക്കെ ഇങ്ങനെ 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 തട്ടിക്കളയാൻ പറ്റുന്ന സാധനമാണ്. ഓക്കെ, മിടുക്കനാണേ. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. സാംകുട്ട, എന്തോ ഇപ്പൊ തരാൻ പോകുന്ന മാർക്ക് അതെങ്ങനെ നമ്മൾ അതിലേക്ക് എത്തിയെന്ന് വെച്ചാ നിന്റെ പൊട്ടൻഷ്യൽ ആണ് അതിനകത്ത്. അതെ. ആ, നാളത്തേക്കുള്ള ഒരു കരുതലാണ് ഈ മാർക്ക്. ഓക്കെ. ഇന്നത്തെ പെർഫോമൻസിനേക്കാൾ കൂടുതൽ നിനക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ള തോന്നലാണ്. ഓക്കെ. സോ ഇറ്റ്സ് ഗോയിങ് ടു ബി 98.25 on 100. താങ്ക് യു സർ. സാംകുട്ട നല്ല മാർക്കൊക്കെ കിട്ടി. വേറൊരു സ്പെഷ്യൽ കാര്യമുണ്ട്, നമ്മുടെ പെർഫോമർ ഓഫ് ദ ഡേ സാംകുട്ടനാണ്. താങ്ക് യു ചേച്ചി. ആരെ വിളിക്കണം നമുക്ക് ഗിഫ്റ്റ് തരാനായിട്ട്? ഉണ്ണിയങ്കിൾ വെൽക്കം. ഉണ്ണിയങ്കിള് വല്ലപ്പോഴല്ലേ വരുള്ളൂ. ഇവരുടെ എന്നും അറ്റൻഡൻസ് കുറവായതുകൊണ്ട് ആ കുട്ടീനെ ടീച്ചർമാര് സാധാരണ കുറച്ച് അധികം ചോദ്യം പഠിച്ചിട്ടുണ്ടോന്നാണ്. ഓക്കോ, സാംകുട്ടന് വില്ലി വൈറ്റിന്റെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ ആദ്യം തന്നെ കൊടുക്കാതെ നല്ലോണം പല്ല് തേച്ച് തന്നാവട്ടെ. അതെ. ഈ സാംകുട്ടൻ ഒരു വേഴ്സറ്റൈൽ ആർട്ടിസ്റ്റ് ആണെന്ന് പറയണം ആദ്യം. കാരണം ഇന്നലെ നമ്മൾ കണ്ടത് ഭയങ്കര ഒരു കോൺട്രാസ്റ്റ് ആണ് അല്ലേ? ഏതായിരുന്നു തേന്മാവൻ കൊമ്പത്തിലെ പാട്ട്? ആ, അതൊരു ഇതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു പാട്ട്. അത് ഭയങ്കര ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് പാടി തകർത്തി. ഇന്ന് നേരെ ഒരു കോൺട്രാസ്റ്റിൽ വന്ന് ഒരു ഗസൽ മൂഡിൽ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് പാടി. ഐ തിങ്ക് ഹിസ് ഗോട്ട് എ വെരി ഗുഡ് ഫ്യൂച്ചർ. നല്ലൊരു കൈയടി കൊടുക്കാം അല്ലേ? ഓൾ ദി ബെസ്റ്റ് വിഷസ് മോനെ. ഗുഡ് ലക്ക്. താങ്ക് യു ഉണ്ണി അങ്കിൾ. താങ്ക് യു സാംകുട്ട. ബൈ ബൈ. ബൈ. സീ യു. അപ്പൊ 3 പേർക്കും ഇന്നത്തെ പാട്ടുകളൊക്കെ ഇഷ്ടപ്പെട്ടില്ലേ? അങ്ങനെ ഒരുപാട് നല്ല നല്ല പാട്ടുകളും ഒത്തിരി പെർഫോമൻസുകളും നല്ല നല്ല മൊമെന്റ്സും ഒക്കെ ആയിട്ട് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. നമ്മൾ വീണ്ടും അടുത്ത ദിവസം ഇതേ സമയം കാണും വരേക്കും എല്ലാ പ്രേക്ഷകർക്കും ടാറ്റാ ബൈ. സീ യു.